Today we are going to go under the sea with Jesus. ഇന്ന് നമ്മൾ യേശുവിനോട് കൂടെ സമുദ്രത്തിനടിയിലേക്ക് പോകുവാൻ പോകുന്നു. So don't be worried. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. He will personally take you through the water. അവിടുന്ന് വ്യക്തിപരമായി നിങ്ങളെ വെള്ളത്തിനടിയിലൂടെ കൂട്ടിക്കൊണ്ടു പോകും. He will teach you swimming. അവിടുന്ന് നീന്തുവാൻ നിങ്ങളെ പഠിപ്പിക്കും. My friends, God wants to take us under the sea. എന്റെ സ്നേഹിതന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മെ കടലിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Under the sea. കടലിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. I hope you know swimming. നിങ്ങൾക്ക് നീന്തൽ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. How many of you don't know swimming? നീന്താൻ അറിയാത്ത എത്ര പേർ നിങ്ങളുടെ ഇടയിലുണ്ട്? Oh, many don't know. ഒരുപാട് പേർക്ക് നീന്തൽ അറിയില്ലല്ലോ. What are you going to do when you go into the water? നിങ്ങൾ വെള്ളത്തിനടിയിലെത്തുമ്പോൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? In Isaiah 43:2, യെശയ്യാവ് 43:2 God tells us today, when you pass through the water, ഇന്ന് ദൈവം നമ്മോട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ I will be with you. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. So don't worry. അതുകൊണ്ട് ഭയപ്പെടേണ്ട. When you pass through the waters, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ our teacher will be with us. നമ്മുടെ ഗുരുനാഥൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. He will teach you swimming. അവിടുന്ന് നീന്തുവാൻ നിങ്ങളെ പഠിപ്പിക്കും. He will personally take you through the water. അവിടുന്ന് വ്യക്തിപരമായി നിങ്ങളെ വെള്ളത്തിനടിയിലൂടെ കൂട്ടിക്കൊണ്ടു പോകും. To walk on the water, we have to go through 3 levels of faith. വെള്ളത്തിന്മീതെ നടക്കുന്നതിനെ നമ്മൾ വിശ്വാസത്തിന്റെ 3 തലങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. We're going to learn about this faith. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നു. Firstly, ഒന്നാമതായി we go through emotional faith. നമ്മൾ വൈകാരികമായ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നു. I call it emotional faith. ഞാൻ ഇതിനെ വൈകാരികമായ വിശ്വാസം എന്ന് വിളിക്കുന്നു. In Matthew 11, when Peter saw Jesus walking on the water towards the disciples, മത്തായി 11-ാം അധ്യായത്തിൽ യേശു വെള്ളത്തിന്മീതെ നടന്ന് ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുന്നത് പത്രോസ് കണ്ടപ്പോൾ immediately Peter got excited and he jumped out of the boat. ഉടനടി പത്രോസ് ആവേശഭരിതനായി അവൻ പടകിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൻ യേശുവിനോട് പറഞ്ഞു, And he said, I'll also walk, Lord. കർത്താവേ, ഞാനും വെള്ളത്തിന്മീതെ നടക്കും. He got so excited. അവൻ വളരെയധികം ആവേശഭരിതനായി. And he also started walking. അവനും വെള്ളത്തിന്മീതെ നടക്കുവാൻ ആരംഭിച്ചു. You know, when we first received Jesus, നിങ്ങൾക്കറിയാമോ, നമ്മൾ ആദ്യം യേശുവിനെ സ്വീകരിക്കുമ്പോൾ, or when we see miracles happening, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം കാണുമ്പോൾ, when God does a miracle in our own life, ദൈവം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ, immediately we get so excited. ഉടനടി നമ്മൾ ആവേശഭരിതരായി തീരും. Oh, we say hallelujah. നമ്മൾ പറയും, ഹല്ലേലൂയ. Lord, let me do something for you now. ദൈവമേ, ഞാനിപ്പോൾ അങ്ങേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. I'm going to do great things for the ഞാൻ Lord. അങ്ങേക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. Great faith comes into us വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്നു. and it excites us. അത് നമ്മെ ഉത്തേജിപ്പിക്കുന്നു. When God filled Peter's boat with fish, ദൈവം പത്രോസിന്റെ പടകിൽ മത്സ്യങ്ങളെ നിറച്ചപ്പോൾ Peter said, Oh Lord, I'm so happy and excited. I'll follow you everywhere. പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു, ഞാൻ ആവേശഭരിതനായിരിക്കുന്നു. അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കാം. Anywhere you go, അങ്ങ് എവിടെ പോയാലും I'll follow you. ഞാൻ അങ്ങയെ അനുഗമിക്കും. God so excited. അവൻ വളരെ ആവേശഭരിതനായിരുന്നു. We receive this emotional faith. നമുക്ക് ഇതുപോലെയുള്ള വൈകാരികമായ വിശ്വാസം ലഭിക്കുന്നു. This is a good faith to have. ഇത് നമ്മിൽ ഉണ്ടാകുന്ന ഒരു നല്ല വിശ്വാസം തന്നെയാണ്. Yes, but we should realize അതെ, എന്നാൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. it is not the end of our journey. ഇത് നമ്മുടെ യാത്രയുടെ അവസാനമല്ല. It's only the beginning of our journey. ഇത് നമ്മുടെ വിശ്വാസ യാത്രയുടെ ആരംഭം മാത്രമാണ്. We only know of God. നമ്മൾ ദൈവത്തെക്കുറിച്ച് പാതി മാത്രമേ അറിയുന്നുള്ളൂ. We only heard about Jesus. നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. We only received the first touch from Him. നമ്മൾ യേശുവിന്റെ പ്രഥമ കരസ്പർശം പ്രാപിച്ചിരിക്കുന്നു, അത്ര We തന്നെ. only received a miracle from Him. യേശുവിൽ നിന്ന് നമ്മൾ ഒരു അത്ഭുതം മാത്രമേ പ്രാപിച്ചിട്ടുള്ളൂ. It's the beginning of our journey. നമ്മുടെ വിശ്വാസ യാത്രയുടെ ആരംഭം മാത്രമാണ് Emotional faith. വൈകാരികമായ വിശ്വാസം. There was a girl I met in the US. ഒരിക്കൽ ഞാൻ US-ൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. She was a Brazilian girl.
അവൾ ഒരു ബ്രസീലിയൻ പെൺകുട്ടിയായിരുന്നു. She saw me and told me, "Oh, I love India. അവൾ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. I love how so many people come to hear about Jesus." നിരവധി ആളുകൾ യേശുവിനെ കുറിച്ച് അറിയുവാൻ വരുന്നു. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. So many mighty miracles happen. അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. God is doing so many great things. ദൈവം നിരവധി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. I also want to go and do great things. എനിക്കും ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണം. I also want to minister for God. എനിക്കും ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യണം. I said, "That's great, sis. ഞാൻ പറഞ്ഞു, സഹോദരി, അത് മഹത്തായ ഒരു കാര്യമാണ്. That's wonderful. നിങ്ങളുടെ ആഗ്രഹം അത്ഭുതകരമാണ്. Let me tell you about how my grandfather did it." എന്റെ വലിയപ്പച്ചൻ അതെങ്ങനെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറയട്ടെ. I sat her down ഞാൻ അവളോട് അവിടെ ഇരിക്കുവാൻ and told her പറഞ്ഞു. all about the career and ministry of my grandfather. പിന്നീട് എൻ്റെ വലിയപ്പച്ചൻ്റെ ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു. How he was broken to pieces in his life. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായതെന്ന് ഞാൻ ആ പെൺകുട്ടിയോട് വ്യക്തമായി പറഞ്ഞു. Because of criticism and humiliation. വിമർശനങ്ങളും അപമാനങ്ങളും നിമിത്തം അദ്ദേഹം തകർന്നിരുന്നു. ഞാൻ അതെല്ലാം പറഞ്ഞു. Because of all the sicknesses and pain in his body. രോഗങ്ങളും ശരീരവേദനകളും നിമിത്തം അദ്ദേഹം തകർന്നു പോയിരുന്നു. ഞാൻ അതും പറഞ്ഞു. Because of all the work he had to put in to establish the ministry, the university. ദൈവിക ശുശ്രൂഷയും സർവകലാശാലയും പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിമിത്തം അദ്ദേഹം തകർന്നിരുന്നു. അതും ഞാൻ പറഞ്ഞു. Told her about the difficult path. അദ്ദേഹം കടന്നുപോയ ദുർഘട പാതകളെക്കുറിച്ച് ഞാൻ അവൾക്ക് വിശദമായി And I പറഞ്ഞു said, കൊടുത്തു. God honored all that sacrifice. പിന്നീട് ഞാൻ പറഞ്ഞു, ദൈവം ആ ത്യാഗങ്ങളെയെല്ലാം അത്യധികം മാനിച്ചു. And in each stage he blessed him and increased him and increased him and used him. ഓരോ ഘട്ടത്തിലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു അതിശക്തമായി ഉപയോഗിച്ചു. That girl sat down flat. അതെല്ലാം കേട്ട് ആ പെൺകുട്ടി മ്ലാനമായ മുഖഭാവത്തോടെ അവിടെ ഇരുന്നു. Oh, there is so much. ശുശ്രൂഷ ചെയ്യുവാൻ വളരെ പ്രയാസമുണ്ടല്ലോ. And she left. അതിനുശേഷം അവൾ സ്ഥലം വിട്ടു. Yes, my friends. അതെ സ്നേഹിതന്മാരെ, Emotional faith is the beginning. വൈകാരികമായ വിശ്വാസം ഒരു ആരംഭമാണ്. It's just the beginning. അത് വെറും ആരംഭമാണ്. Romans 10:2 says, റോമർ 10:2 വ്യക്തമായി പറയുന്നു. Paul says, "I bear witness to them that they are zealous for God, but their zeal is not based on knowledge." പൗലോസ് പറയുന്നു, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. Yes, they are zealous for God. അതെ, അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണ്. They're bubbling for God. അവർ ദൈവത്തിനു വേണ്ടി കത്തി ജ്വലിക്കുന്നവരാണ്. But their zeal is not based on knowledge. എന്നാൽ പരിജ്ഞാന പ്രകാരമല്ല അവർ ദൈവത്തിനു വേണ്ടി എരിവുള്ളവരായിരിക്കുന്നത്. Yes, they have to know about God. അതെ, അവർ ദൈവത്തെക്കുറിച്ച് അറിയണം. They have to know him personally. അവർ വ്യക്തിപരമായി ദൈവത്തെക്കുറിച്ച് അറിയണം. Yes, we have to become professionals of the word of God. അതെ, നമ്മൾ ദൈവവചനത്തിൽ വൈദഗ്ധ്യമുള്ളവരായി തീരണം, നിപുണന്മാരായി മാറണം. We have to acquire the knowledge of God നമ്മൾ ദൈവത്തിന്റെ പരിജ്ഞാനം സ്വന്തമാക്കണം. and then act on it. പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. Romans 10:3. റോമർ 10:3 Paul says we have to wait to submit to God's righteousness before acting on this faith. പൗലോസ് പറയുന്നു, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടണം. We have to wait to submit to God's righteousness. ദൈവത്തിന്റെ നീതിക്ക് നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Romans 8:9, not being controlled or acting on the sinful nature within us. റോമർ 8:9 പറയുന്നു, നമ്മൾ നമ്മിലുള്ള ജഡ സ്വഭാവത്തിന് കീഴ്പ്പെടരുത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുമരുത്. But acting on the knowledge that comes from the righteousness of God. എന്നാൽ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് വരുന്ന പരിജ്ഞാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. That is God's leading. അതാകുന്നു ദൈവത്തിന്റെ വഴി നടത്തൽ, God's direction. ദൈവത്തിന്റെ മാർഗനിർദ്ദേശം, God's plan. ദൈവത്തിന്റെ പദ്ധതി. Many times we miss it പലപ്പോഴും നമ്മളത് നഷ്ടപ്പെടുത്തുന്നു. and jump and go on our നമ്മൾ own. കുതിച്ചു ചാടി സ്വന്തം നീതിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു. It is good to have emotional faith, അതെ, വൈകാരികമായ വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. but it is just the beginning. എന്നാൽ അത് വെറുമൊരു ആരംഭമാണെന്ന് മറക്കരുത്. Second step, ഇനി രണ്ടാമത്തെ പടി,
deeper faith. ആഴമേറിയ ഗാഢമായ വിശ്വാസം. Colossians 2:7 beautifully talks about this. കൊലോസ്യർ 2:7 വാക്യം ഈ വിഷയത്തെക്കുറിച്ച് അതിമനോഹരമായി സംസാരിക്കുന്നു. It says, let your roots go down into ഈ him. വാക്യം വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ വേരുകൾ യേശുവിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. Let the roots start to grow into him. നിങ്ങളുടെ വേരുകൾ കർത്താവിങ്കിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ, ആഴ്ന്നിറങ്ങി വളരട്ടെ. Let your lives be built on him. നിങ്ങളുടെ ജീവിതം കർത്താവെന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടട്ടെ. Every part of our life be built on Jesus. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും കർത്താവായ യേശുക്രിസ്തുവിന്മേൽ പണിതുയർത്തപ്പെടണം. Then your faith will grow strong അപ്പോൾ നിങ്ങളുടെ വിശ്വാസം അതിശക്തമായ രീതിയിൽ ബലപ്പെടും. in the truth that you are taught. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ സത്യത്തിൽ നിങ്ങളുടെ വിശ്വാസം ബലപ്പെടും. In all that we have learned through our pastor, through the Bible, നമ്മുടെ പാസ്റ്റർ മുഖാന്തരം, വേദപുസ്തകം മുഖാന്തരം നമ്മൾ പഠിച്ച സകലതിലും നമ്മുടെ വിശ്വാസം our ബലപ്പെടും. faith will become strong in it. അതിൽ നമ്മുടെ വിശ്വാസം അതിശക്തമായി ഉറച്ചു നിൽക്കും. That's the knowledge God gives us. അതുപോലെയുള്ള പരിജ്ഞാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. Our faith will be built on that knowledge. നമ്മുടെ വിശ്വാസം ആ പരിജ്ഞാനത്തിന്മേൽ പടുത്തുയർത്തപ്പെടും. Whatever God teaches us. ദൈവം നമ്മെ എന്താണോ പഠിപ്പിച്ചത് അതിന്മേൽ. And then you'll overflow with thankfulness. അതിനുശേഷം നിങ്ങളുടെ ഹൃദയം കൃതജ്ഞതയാൽ നിറയപ്പെടും. നിങ്ങളിൽ ദൈവത്തോടുള്ള കൃതജ്ഞത നിറഞ്ഞു കവിയും. Peter jumped on the water to walk with Jesus. യേശുവിനോടൊപ്പം വെള്ളത്തിന്മീതെ നടക്കുവാൻ പത്രോസ് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. He was walking toward Jesus. അവൻ യേശുവിന് നേരെ നടന്നു നീങ്ങി. Suddenly the storms came. പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടായി. The wind blew. അതിഭയങ്കരമായ കാറ്റ് ആഞ്ഞടിച്ചു. Waves became violent. തിരമാലകൾ ഗർജിക്കുവാൻ തുടങ്ങി. And he got so terrified looking at it. അതെല്ലാം കണ്ടപ്പോൾ പത്രോസ് വളരെയധികം ഭീതിക്കടിമപ്പെട്ടു. And he took his eyes away from God. അവൻ ദൈവത്തിങ്കിൽ നിന്ന് തന്റെ കണ്ണുകൾ മാറ്റി. Came so afraid. അവൻ വളരെയധികം ഭയപ്പെട്ടു. Peter started sinking into the water. പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴുവാൻ തുടങ്ങി. Started going down into the water. അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താഴുവാൻ ആരംഭിച്ചു. He became terrified. അവൻ പേടിച്ച് വിറച്ചു. Yes, this also happens in our life. അതെ, ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. When we receive an emotional faith being touched by the Lord. ദൈവത്താൽ സ്പർശിക്കപ്പെട്ട് നമ്മൾ വൈകാരികമായ വിശ്വാസത്തിനുടമകളായി തീരുമ്പോൾ Trials and tests come in our life. നമ്മുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നു. Come in our family. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. It comes in our study. അത് നമ്മുടെ പഠനത്തിലേക്ക് കടന്നു വരുന്നു. When we say, oh, now I'm going to shake things for the Lord. I'm going to conquer my study. ഇപ്പോൾ ഞാൻ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു, സകലതിനെയും കീഴടക്കുവാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, Look at me, now I'm going to excel in my business. നോക്കൂ, ഞാനിപ്പോൾ എന്റെ ബിസിനസ്സിൽ ശോഭിക്കുവാൻ പോകുന്നു, എന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോകുകയാണ്. I'll do great things now. ഞാനിപ്പോൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യും. And it all starts to come crumbling down. എന്നാൽ അതെല്ലാം തകരുവാൻ തുടങ്ങുമ്പോൾ, അതെല്ലാം തകർന്ന് തരിപ്പണമാകുവാൻ ആരംഭിക്കുമ്പോൾ, Problems come. പ്രയാസങ്ങൾ നമ്മെ തേടി വരുന്നു. Tests come. നമുക്ക് പരീക്ഷണങ്ങൾ നേരിടുന്നു. And we become so afraid. അപ്പോൾ നമ്മൾ വളരെയധികം ഭയപ്പെടുന്നു. We start to shake. അതെല്ലാം നമ്മെ പിടിച്ചു കുലുക്കുവാൻ തുടങ്ങുന്നു. Start to sink. നമ്മൾ മുങ്ങിപ്പോകുവാൻ ആരംഭിക്കുന്നു. We go into the water. നമ്മൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. Then we cry. അപ്പോൾ നമ്മൾ നിലവിളിക്കുന്നു, Where are you, Lord? കർത്താവേ, അങ്ങ് എവിടെയാണ്? I went to do my studies എന്റെ പഠനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു പോയി. for you. എന്നാൽ കർത്താവേ, Look at what has happened. എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് കാണണമേ. Look at the problems I'm having in my family. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അങ്ങ് കാണണമേ. My relationship is sinking, Lord. കർത്താവേ, എന്റെ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു, ഞാൻ മുങ്ങി താഴുകയാണ്. What happened? എന്താണ് സംഭവിച്ചത്? I thought I'll do great things. ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതി. Maybe we went to do great things for the Lord. ഒരുപക്ഷെ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ പുറപ്പെട്ടു പോയിരിക്കാം. But we never carried the Lord. എന്നാൽ നമ്മൾ ഒരിക്കലും കർത്താവിനെ നമ്മോട് കൂടെ വഹിച്ചു കൊണ്ടുപോയില്ല. We only knew of the Lord. നമ്മൾ കർത്താവിനെ ഭാഗികമായി മാത്രമേ അറിഞ്ഞുള്ളൂ. We never experienced. നമ്മൾ കർത്താവിനെ ഒരിക്കലും അനുഭവിച്ചറിഞ്ഞില്ല.
We never heard from him. കർത്താവിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേട്ടില്ല. We never waited for him. നമ്മൾ ഒരിക്കലും കർത്താവിന് വേണ്ടി കാത്തിരുന്നില്ല. And we start പിന്നെ sinking. നമ്മൾ മുങ്ങി താഴുവാൻ തുടങ്ങുന്നു. All our strength leaves us. നമ്മുടെ ശക്തിയെല്ലാം നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നു. All our faith starts to drain. നമ്മുടെ വിശ്വാസമെല്ലാം നമുക്ക് നഷ്ടപ്പെടുവാൻ ആരംഭിക്കുന്നു. Your emotional faith starts to fade away. വൈകാരികമായ വിശ്വാസം നമ്മിൽ നിന്ന് മാഞ്ഞു പോകുവാൻ ആരംഭിക്കുന്നു. And we start being terrified. നമ്മൾ ഭയപ്പെടുവാൻ തുടങ്ങുന്നു. We lose all our strength. നമുക്ക് നമ്മുടെ സകല ബലവും നഷ്ടപ്പെടുന്നു. And we say, Jesus, help നമ്മൾ me. പറയുന്നു, യേശുവേ എന്നെ സഹായിക്കണമേ. In Jonah chapter 1, Jonah, the prophet, also went deep into the water. യോന 1-ാം അധ്യായത്തിൽ പ്രവാചകനായ യോനയും വെള്ളത്തിനടിയിലേക്ക് പോയി. Yes, he disobeyed God. Because of that, the people in the boat threw him into the water. അതെ, അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് ആ കപ്പലിലെ ആളുകൾ അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. And a big fish came and swallowed Jonah. പെട്ടെന്ന് വലിയൊരു തിമിംഗലം വന്ന് അവനെ വിഴുങ്ങുകയും ചെയ്തു. God has given the grace to my grandfather to have supernatural experiences. ചില പ്രകൃതിയാതീതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള കൃപ എൻ്റെ വലിയപ്പച്ചനെ സർവശക്തനായ ദൈവം നൽകി. Where he talked and walked with the ആ Lord. അനുഭവങ്ങളിലൂടെ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോടൊപ്പം നടന്നു. And in one such experience, അതുപോലെയുള്ള ഒരു അനുഭവത്തിൽ through the Holy Spirit, God made him talk to Jonah. പരിശുദ്ധാത്മാവ് മുഖാന്തരം യോനയോട് സംസാരിക്കുവാൻ ദൈവം അദ്ദേഹത്തെ പ്രാപ്തനാക്കി. Jonah shared his experience. യോന തന്റെ അനുഭവം അദ്ദേഹത്തോട് പങ്കുവച്ചു. And he said, Dinakaran, യോന പറഞ്ഞു, ദിനകരൻ, you know when I was swallowed by the big fish, നിനക്കറിയാമോ ആ മഹാമത്സ്യം എന്നെ വിഴുങ്ങിയപ്പോൾ I thought I was going to be ripped apart by the digestive acids in the fish. ആ മത്സ്യത്തിന്റെ ഉദരത്തിലെ ദഹനേന്ദ്രിയങ്ങൾ എന്നെ ദഹിപ്പിച്ച് കളയുമെന്ന് ഞാൻ കരുതിയിരുന്നു. But amazingly, something surrounded me. എന്നാൽ അത്ഭുതകരമായ രീതിയിൽ എന്തോ ഒന്ന് എന്നെ ചുറ്റി വളഞ്ഞു. And I found it to be the grace of God. ഞാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് നടുവിലാണെന്ന് ഞാൻ അറിഞ്ഞു. I saw the tangible grace of God. ദൈവത്തിന്റെ സ്പർശനയോഗ്യമായ പ്രത്യക്ഷമായ കൃപ ഞാൻ കണ്ടു. Oh, how it protected me, Dinakaran. ദിനകരൻ, അതാണ് എന്നെ സംരക്ഷിച്ചത്. God didn't allow me to be ripped apart. ഞാൻ ദഹിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. Even in the fish, He saved my ആ life. മഹാമത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും ദൈവം എന്റെ ജീവനെ രക്ഷിച്ചു. And I was able to hear the voice of God. എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. I was able to learn His direction for my life. എന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മാർഗനിർദ്ദേശം എന്താണെന്ന് അറിയുവാൻ എനിക്ക് കഴിഞ്ഞു. Yes, God's grace. അതെ, ദൈവത്തിന്റെ കൃപ. The grace that protected Shadrach. ദൈവത്തിന്റെ കൃപയാണ് ഷാദ്രാക്കിനെ സംരക്ഷിച്ചത്. It will cover you അത് also. നിങ്ങളെയും മൂടി മറച്ച് കാത്തു പരിപാലിക്കും. It will keep you safe under the അത് water. വെള്ളത്തിന്റെ അടിയിലും നിങ്ങളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കും. And then your eyes and your heart will turn to listen to God. അപ്പോൾ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ കണ്ണുകളും ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ദൈവത്തിങ്കിലേക്ക് തിരിയും. Under the water, you are removed from all the noise of the world. വെള്ളത്തിനടിയിലേക്ക് ചെല്ലുമ്പോൾ ലോകത്തിലെ സകല ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. Your own weaknesses stops to speak നിങ്ങളുടെ സ്വന്തം ബലഹീനതകൾ പോലും നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തിയിരിക്കും. because you are drained out. കാരണം നിങ്ങൾ വെള്ളത്തിന്റെ അടിയിലാണ്. നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. All your strength is gone. You feel helpless and you surrender. നിങ്ങളുടെ ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കും. നിങ്ങൾ തികച്ചും നിസ്സഹായരായിരിക്കും. നിങ്ങൾ സമ്പൂർണമായി കീഴടങ്ങിയിരിക്കും. So your voice is also shut up. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദവും നിലച്ചു പോയിരിക്കും. All the negative voices are സകല shut up. നിഷേധാത്മകമായ ശബ്ദങ്ങളും നിലച്ചിരിക്കും. God's grace comes and covers you. അപ്പോൾ ദൈവത്തിന്റെ കൃപ വന്ന് നിങ്ങളെ മൂടി മറയ്ക്കുന്നു. And God gives you the Holy Spirit as goggles to see under the water. വെള്ളത്തിനടിയിലുള്ള സകലതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതിനു വേണ്ടി ദൈവം പരിശുദ്ധാത്മാവെന്ന ഗോഗിൾസിനെ നിങ്ങൾക്ക് നൽകുന്നു. Water goggles വാട്ടർ ഗോഗിൾസിനെ to see clearly. നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നതിന് God's Spirit ദൈവത്തിന്റെ ആത്മാവ് comes and fills you. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ നിറയ്ക്കുന്നു. Comes and fills you. ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കുന്നു. He is the one who helps us in our weakness. ദൈവാത്മാവാണ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത്.
He will come and fill you. ആത്മാവ് വന്ന് നിങ്ങളെ നിറയ്ക്കും. And according to John 16:30, കൂടാതെ യോഹന്നാൻ 16:13 പ്രകാരം Holy Spirit will reveal God's plans and purpose for your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. It will break all the powers of the problems and barriers you're facing in your life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ശക്തികളെയെല്ലാം അത് തകർത്ത് കളയും. It will break all the fears that you've been അത് having. നിങ്ങൾക്കുള്ള സകല ഭയത്തെയും തകർത്ത് കളയും. It will break all the worries concerning what you're going to നിങ്ങൾ do. എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള സകല വിഷമങ്ങളെയും അത് തകർത്ത് കളയും. As He reveals to you God's plans, new strength will come and fill you. ആത്മാവ് ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ഒരു പുതിയ ശക്തി വന്ന് നിങ്ങളെ നിറയ്ക്കും. I have experienced this boldness that the Holy Spirit gives. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ധൈര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. This is no longer your strength, ഇതൊന്നും ഇനി നിങ്ങളുടെ ശക്തിയല്ല, but it is Christ who strengthens you, through which you can do all എന്നാൽ things. നിങ്ങളെ ശക്തീകരിക്കുന്ന ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സകലതും ചെയ്യുവാൻ കഴിയും. The strength of God comes and fills you. ദൈവത്തിന്റെ ശക്തി വന്ന് നിങ്ങളെ നിറയ്ക്കും. The new strength that is talked about in Isaiah 40:30. യെശയ്യാവ് 40:30 ഒരു പുതിയ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ശക്തി വന്ന് നിങ്ങളെ നിറയ്ക്കും. You are revived. നിങ്ങൾ പുനർജീവിക്കും. You are revived. നിങ്ങൾ പുനർജീവിക്കും. And then the hand of the Lord will be stretched forth. പിന്നീട് കർത്താവിന്റെ കരം കർത്താവ് നിങ്ങൾക്ക് നേരെ നീട്ടും. When Peter saw all this, പത്രോസ് ഇതെല്ലാം കണ്ടപ്പോൾ regained strength from the Lord. അവൻ ദൈവത്തിൽ നിന്ന് ശക്തി വീണ്ടെടുത്തു. God said, Peter, ദൈവം പറഞ്ഞു, പത്രോസേ, now you're ready to come up. ഇപ്പോൾ നീ മുകളിലേക്ക് വരുവാൻ തയ്യാറായിരിക്കുന്നു. And Jesus stretched forth his hand, യേശു തന്റെ കരം അവന് നേരെ നീട്ടി lifted him up. അവനെ കരം പിടിച്ചുയർത്തി. Peter relied on God's strength. പത്രോസ് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചു. Then we will go with God going before. പിന്നീട് നമ്മൾ ധൈര്യത്തോടെ പുറപ്പെട്ടു പോകും. ദൈവം നമുക്ക് മുൻപാകെ പോകും. This is how all the roots deepen into him. ഇങ്ങനെയാണ് നമ്മുടെ സകല വേരുകളും കർത്താവിൽ ഉറയ്ക്കുന്നത്. This is how our lives become built on him. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം കർത്താവിൽ പണിതുയർത്തപ്പെടുന്നത്. This is how our faith deepens and strengthens in God. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം കർത്താവിൽ വേരൂന്നി ഉറയ്ക്കുന്നതും ബലപ്പെടുന്നതും. You will know the plan of God for your life. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. Amen. ആമേൻ. Finally, അവസാനമായി faith in action. വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാകുന്നു. Now we are ready to carry this deeper faith in our life also. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആഴമേറിയ ഈ വിശ്വാസം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറായിരിക്കുന്നു. In Haggai chapter 1, ഹാഗായി 1-ാം അധ്യായത്തിൽ God says, oh, you've all built houses for yourself, beautiful houses. ദൈവം പറയുന്നു, നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ വീടുകൾ പണിതിരിക്കുന്നു. But there is no blessing. എന്നാൽ അവിടെ അനുഗ്രഹങ്ങളില്ല. There is no blessing upon you. നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളില്ല. I have withheld all the blessing ഞാൻ സകല അനുഗ്രഹങ്ങളും പിടിച്ചു വെച്ചിരിക്കുന്നു. because you have not built my temple. കാരണം നിങ്ങൾ എന്റെ ആലയം പണിതുയർത്തിയില്ല. My temple is in ruin. എന്റെ ആലയം നാശത്തിലായിരിക്കുന്നു. Build my temple, എന്റെ ആലയം പണിതുയർത്തുവിൻ. and from that day I will bless you. അന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Build your roots firmly and your life upon the Lord. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവിന്മേൽ അതിശക്തമായി പണിതുയർത്തുവിൻ. കർത്താവിൽ വേരുറയ്ക്കുവിൻ. From that day you will see the blessing of God. ആ ദിവസം മുതൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് കഴിയും. He told them, I will make you my signet ring. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എന്റെ മുദ്രമോതിരമാക്കും. You will be my representative. നിങ്ങൾ എന്റെ പ്രതിനിധികളായിരിക്കും. You will be my witness. നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും. You will be a testimony for me. നിങ്ങൾ എനിക്ക് ഒരു സാക്ഷ്യമായിരിക്കും. My power. എന്റെ ശക്തിയും. Genesis 12:2's blessing is this. ഉൽപ്പത്തി 12:2 കാണുന്ന അനുഗ്രഹം ഇതാണ്. I will bless you, Abraham, and make you a blessing. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. He will make you a blessing. കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. Faith will become into action. വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമായി തീരും.
Peter's life that happened. പത്രോസിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. Once God raised him from the water. ഒരിക്കൽ ദൈവം അവനെ വെള്ളത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തി. God filled him with the power of the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവനെ നിറച്ചു. And in Acts 4:8-13 we read. പ്രവൃത്തികൾ 4:8-13 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. He stood before all the priests and the leaders of the nation. പത്രോസ് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായ സകലരുടെയും മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. He stood before wise and learned men. അവൻ ജ്ഞാനികളുടെയും അതുപോലെ തന്നെ ബുദ്ധിമാന്മാരുടെയും മുൻപാകെ നിൽക്കുന്നു. And Peter spoke under the power of the Holy Spirit. പത്രോസ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് സംസാരിച്ചു. He spoke all that the Holy Spirit was dictating him. പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുത്ത സകല കാര്യങ്ങളും അവൻ ധൈര്യമായി സംസാരിച്ചു. All those people were amazed with this illiterate fisherman is talking with such boldness. അക്ഷരാഭ്യാസമില്ലാത്ത സാമാന്യരായ ഈ മുക്കുവന്മാർ ഇങ്ങനെ സംസാരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. How is he talking with such great wisdom? എങ്ങനെയാണ് ഇത്രമാത്രം ജ്ഞാനത്തോടെ അവന് സംസാരിക്കുവാൻ കഴിയുന്നത്? Where did he learn from? എവിടെ നിന്നാണ് അവൻ ഇതെല്ലാം പഠിച്ചെടുത്തത്? The teacher will be within you. അതെ, ഗുരുനാഥൻ നിങ്ങൾക്കുള്ളിൽ തന്നെ വസിക്കുന്നു. Teaching you to go and show the power of God. പുറപ്പെട്ടുപോയി ദൈവത്തിന്റെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ളിൽ വസിക്കുന്നു. All the fears and doubts left Peter. സകല ഭയവും അതുപോലെ തന്നെ സംശയങ്ങളും പത്രോസിനെ വിട്ട് അകന്നുപോയി. Miracles happened when he ministered. അവൻ ശുശ്രൂഷ ചെയ്തപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. Peter started prophesying and leading people into God's plan. പത്രോസ് ജനങ്ങളെ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് വഴി നടത്തിക്കൊണ്ട് പ്രവചിക്കുവാൻ ആരംഭിച്ചു. God made him a great blessing. ദൈവം പത്രോസിനെ ഒരു വലിയ അനുഗ്രഹമാക്കി തീർത്തു. In whatever area or field God has placed you, he will make you as his signet ring also. ദൈവം നിങ്ങളെ ഏതെല്ലാം പ്രദേശത്ത് ഏതെല്ലാം മേഖലകളിൽ ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവം നിങ്ങളെ തന്റെ മുദ്രമോതിരമാക്കി തീർക്കും. You will be a witness of God's power. നിങ്ങൾ ദൈവശക്തിയുടെ സാക്ഷികൾ ആയിരിക്കും. As you have deepened and being locked with God in faith. നിങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തോട് ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിൽ ആഴമായി വളരുമ്പോൾ, Hearing his voice. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, Doing his will. ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട്, It will happen to you also. അത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. He will be with you as you pass through the waters. നിങ്ങൾ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. He'll strengthen your faith and keep you deep rooted in him. കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും, തന്നിൽ ആഴമായി വേരുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. Place his grace upon you and speak to you. ദൈവം തന്റെ കൃപ നിങ്ങളുടെ മേൽ പകരും, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. He will bless you, fill you with his power and make you a blessing. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, തന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കും, മാത്രമല്ല നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യും. All these things will come to pass in your life. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. So don't be worried about the troubles you are facing today. ആകയാൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. It is nothing before the Lord. ദൈവത്തിന്റെ മുൻപാകെ അതൊന്നും ഒന്നുമല്ല. And it is his plan to pull you out and prosper you. അതിൽ നിന്നെല്ലാം നിങ്ങളെ വലിച്ചെടുത്ത് രക്ഷിച്ച് നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. Does it pleasure God to see us suffer and be in misery? നമ്മൾ കഷ്ടപ്പെട്ട് ദുരിതത്തിലായിത്തീരുന്നത് കാണുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ദൈവത്തെ സന്തോഷിപ്പിക്കുമോ? No, my friends. സ്നേഹിതന്മാരെ, തീർച്ചയായും God ഇല്ല. has compassion on his children. ദൈവം തന്റെ മക്കളോട് മനസ്സലിയുന്നു. He wants to strengthen you today. ഇന്ന് ദൈവം നിങ്ങളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Give you great courage. ദൈവം നിങ്ങൾക്ക് വലിയ ധൈര്യം നൽകുവാൻ ആഗ്രഹിക്കുന്നു. And he wants you to be the light to this നിങ്ങൾ world. ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He will take you through this process. ദൈവം ഈ പ്രക്രിയയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. I know he will strengthen you and make you do great and mighty things for his glory. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ശക്തീകരിക്കുമെന്നും ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുമെന്നും എനിക്കറിയാം. Amen. ആമേൻ. Shall we ask God for this grace today? ഇന്ന് ഈ കൃപയ്ക്കു വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം.
Strengthen my faith, Lord. കർത്താവേ, എന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. Build my life upon you, എന്റെ Lord. ജീവിതത്തെ അങ്ങയുടെ മേൽ പണിതുയർത്തണമേ. Be the rock of my life, കർത്താവേ, എന്റെ Lord, ജീവിതത്തിന്റെ പാറയായിരിക്കണമേ. so that I'm never shaken. അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. I want to be strong in ഞാൻ you. അങ്ങിൽ ശക്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Strong in you. അങ്ങിൽ ശക്തിപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, keep me grounded in you. കർത്താവേ, അങ്ങിൽ വേരൂന്നി വളരുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. I want to do the right things that you have for me. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നേരായ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to run before you, ഞാൻ Lord. അങ്ങേക്ക് മുൻപാകെ ഓടുവാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to do things which please me. എന്നെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. I don't want to run after the things that my heart എന്റെ desires. ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഓടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. I want to know what you have for അങ്ങ് me. എനിക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to know that you desires you have for me. കർത്താവേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Please teach my heart to have your desire. കർത്താവേ, അങ്ങയുടെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ കർത്താവേ, അങ്ങന്റെ ഹൃദയത്തെ പഠിപ്പിക്കണമേ, വഴി നടത്തണമേ. Build my life upon you. അങ്ങയുടെ മേൽ എന്റെ ജീവിതത്തെ കെട്ടിപ്പണിയണമേ. Help me walk where you want me to ഞാൻ walk. എങ്ങോട്ട് പോകണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. Let me speak what you want me to speak. അങ്ങ് ആവശ്യപ്പെടുന്നത് സംസാരിക്കുവാൻ അങ്ങ് എന്നെ പ്രാപ്തനാക്കണമേ. Help me do what you want me to do, ഞാൻ Lord. എന്ത് ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. Pray this prayer with me, my friend. സ്നേഹിതന്മാരെ, എന്നോട് ചേർന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന അർപ്പിക്കുക. And ask God to give you a brand new strengthened നിങ്ങൾക്ക് heart. പുത്തൻ പുതിയ ദൈവത്താൽ ബലപ്പെടുത്തപ്പെട്ട ഹൃദയം നൽകുന്നതിനു വേണ്ടി ദൈവത്തോട് യാചിക്കുവിൻ. Make a deep commitment to walk with the Lord today. ദൈവത്തോടൊപ്പം നടക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുവിൻ. അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. Make me more like you, Jesus. Make me more like you. Give me a heart that's filled with love, and make me more like you. Give me a heart that's filled with love, and make me more like you. You have my life in control. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളിലാണ്. Thank you. യേശുവേ, നന്ദി. I love you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I honor you. ഞാൻ അങ്ങയെ മാനിക്കുന്നു. I lift you up in my life. എന്റെ ജീവിതത്തിൽ അങ്ങെന്നെ കരം പിടിച്ച് ഉയർത്തേണമേ. I praise you with all my life, എന്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. with all my strength. എന്റെ ശക്തി കൊണ്ടും. I praise the hands which stretched out to me. എനിക്ക് നേരെ നീട്ടിയിരിക്കുന്ന കരങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. Hands which lifted me എന്നെ up. പിടിച്ചുയർത്തിയ കരങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ The സ്തുതിക്കുന്നു. hands which were pierced for me. എനിക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട കരങ്ങൾക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. Hands which suffered for me. എനിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ച കരങ്ങൾക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. And the hands which bought me my freedom. എനിക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന കരങ്ങൾക്കായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. Thank you, Jesus. യേശുവേ, നന്ദി. I love you, Jesus. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. We love you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We honor you, Lord. ഞങ്ങൾ അങ്ങയെ മാനിക്കുന്നു. We give you all the glory in Jesus' name. യേശുവിന്റെ നാമത്തിൽ സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് കരേറ്റുന്നു. Amen. ആമേൻ. God bless you.